ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് വിജയിച്ച കെ മോഹനൻ സാറാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് കഴിഞ്ഞിട്ടാണുള്ളത്. എന്നാലും അദ്ദേഹത്തിന് ഇത് ഇരട്ടി മധുരമുള്ള ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കൂടിയാണിന്ന്. എങ്ങനെയാണ് നമ്മളോട് ഈ മധുരം പങ്കുവയ്ക്കുന്നത്? ഏറെ സന്തോഷത്തോടെയാണ് നിങ്ങളുമായി ഇത് പങ്കുവെക്കുന്നത്. ഇന്ന് യാദൃച്ഛികമായിട്ടാണ് തെരഞ്ഞെടുപ്പും അതുപോലെ മകളുടെ വിവാഹം ഒന്നിച്ചു വന്നത്. മകളുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അധികാരം ഏൽക്കുന്ന ചടങ്ങും ഇന്ന് തന്നെ വന്നു ചേർന്നു. അതിലതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം രേഖപ്പെടുത്തും. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷമാണോ കല്യാണം ഉണ്ടായത്? അതെ അതെ, സത്യപ്രതിജ്ഞ കഴിഞ്ഞാണ് കല്യാണത്തിന് വേണ്ടി ഇവിടെ വന്നത്. അപ്പൊ ഇപ്പൊ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം ഭരണത്തിലേറുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ, അതുപോലെ എങ്ങനെയാണ് പ്രവർത്തനം ഉണ്ടാവുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രിക നടപ്പിലാക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ അത് നല്ല നിലയിൽ നിർവഹിക്കുന്നതാണ്. നമ്മളതൊരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലക്ക് നല്ല പരിഗണന നൽകണം എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഉപ്പുവെള്ള പ്രതിരോധം, ഈ യുവാക്കളുടെ കലാകായിക കഴിവുകൾ പോഷിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ, അതെല്ലാമാണ് പ്രധാനപ്പെട്ട പദ്ധതികളായിട്ട് നോക്കിക്കാണുന്നത്. എന്താണ് പേര്? ജിതിൻ. ആര്യ. അപ്പൊ അച്ഛന്റെ ഈ നേട്ടത്തെ, ഇന്നാണ് സത്യപ്രതിജ്ഞ, അതുപോലെ അച്ഛന് ഇരട്ടി മധുരമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കല്യാണവും അതുപോലെ സത്യപ്രതിജ്ഞ ചടങ്ങും ഒരേ ദിവസം വന്നിട്ടാണുള്ളത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു സന്തോഷം നിങ്ങൾ നോക്കിക്കാണുന്നത്? സന്തോഷം, വളരെയധികം സന്തോഷം. വളരെ സന്തോഷം. അച്ഛനിങ്ങനെ സത്യപ്രതിജ്ഞയും കല്യാണം ഒരു ദിവസമായതിൽ. അപ്പൊ എങ്ങനെയാണ് അച്ഛനോട് സപ്പോർട്ട്? എല്ലാ സപ്പോർട്ടും ചെയ്യും അച്ഛന് വേണ്ടിയിട്ട്. എന്തായാലും വധൂവരന്മാർക്കും അതുപോലെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോകുന്ന കെ മോഹനേട്ടനും എന്തായാലും ആശംസകൾ നേരുകയാണ്. ക്യാമറാമാൻ നികേഷ് താവത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.